ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഒന്ന് ഒതുങ്ങിയെന്ന് നമ്മളൊക്കെ വിചാരിച്ചുവെങ്കിൽ അത് തെറ്റി എന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഒരു വാർത്ത സൂചിപ്പിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തിന് തൊട്ടടുത്ത് ഗാസിയാബാദിൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ചാരശൃംഖല കണ്ടെടുത്തു. ചാരശൃംഖലയെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. ഈ ചാരശൃംഖലയെ തകർത്തിരിക്കുകയാണ് സുരക്ഷാ ഏജൻസികൾ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയാണ്. പ്രായപൂർത്തിയാകാത്തവരുണ്ട്. അതിൽ 22 പേരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ചെയ്തത് ഭാരതത്തിലെ സൈനിക കേന്ദ്രങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് വലിയ ഒരു ഭീകര ആക്രമണത്തിന് ഹാൻഡ്ലർമാർ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. പശ്ചിമേഷ്യൻ യുദ്ധം ആഗോള സുരക്ഷ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നുപോകുന്നത്. ഈ അവസരത്തിൽ ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഈ വെളിപ്പെടുത്തൽ വളരെ ഗൗരവത്തോടെയാണ് NIA-യും ATS-ഉം കാണുന്നത്. മാർച്ച് 14-ാം തീയതി കൗശാംബി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ചില നീക്കങ്ങൾ, സംശയാസ്പദമായ ചില നീക്കങ്ങളിലൂടെയാണ് വലിയ ഒരു ഗൂഢാലോചനയുടെ ചുരുളഴിഞ്ഞിരിക്കുന്നത്. റെയിൽവേ ട്രാക്കുകൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും ഒക്കെ സമീപം ഈ യങ്സ്റ്റേഴ്സ് വീഡിയോ എടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിലൊരു അസ്വാഭാവികത തോന്നിയതിനെ തുടർന്ന് അന്വേഷണം നടത്തി. ആ അന്വേഷണം ചെന്നെത്തുന്നത് പാകിസ്ഥാനിലെ ലാഹോർ കേന്ദ്രമായിട്ടുള്ള ഒരു ഭീകര ശൃംഖലയിൽ. സുഹൈൽ മാലിക്, നൌഷാദ് അലി, സമീർ എന്നിവരാണ് ഈ ശൃംഖലയെ നിയന്ത്രിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന യുവാക്കൾ, അവർക്ക് കാശിന് ആവശ്യം വരും, അവരെ സോഷ്യൽ മീഡിയ വഴി സ്വാധീനിക്കുക. 5000 രൂപ മുതൽ 20,000 രൂപ വരെ ഓഫർ നൽകുക. അങ്ങനെയാണ് ഇവർ ചാരപ്പണിക്കായി ഇവരെ ഉപയോഗിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം, ഡൽഹി ജമ്മു റെയിൽവേ ഇടനാഴിയിൽ സൈനിക നീക്കങ്ങൾ തത്സമയം എന്താണ് എന്നിവർക്ക് അറിയാൻ വേണ്ടി സോളാർ പവർ CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ഭീകരരുടെ നീക്കമാണ്. ഡൽഹി കന്റോൺമെന്റിലും സോണിപത്തിലും ഇത്തരത്തിലുള്ള ക്യാമറകൾ ഇതിനോടകം പ്രവർത്തനക്ഷമമാക്കി എന്നതും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. 50ഓളം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളാണ് ഇവർ നിരീക്ഷിച്ചിരുന്നത്. കൂടാതെ വ്യാജരേഖകൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് സിം കാർഡുകളും OTP തട്ടിപ്പ് വഴിയുള്ള ആശയവിനിമയ സംവിധാനങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നു. ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും മാത്രമല്ല, നേപ്പാളിലേക്കും ഈ ചാരശൃംഖല വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് വിവരങ്ങൾ. കേസിലെ പ്രധാനിയാണ് സമീർ. ഇയാൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നത് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന സ്ഥലങ്ങൾ, സൈനിക താവളങ്ങൾ, മെട്രോ സ്റ്റേഷനുകൾ, ദില്ലിയിലെയും ഉത്തർപ്രദേശിലെയും പ്രമുഖ ക്ഷേത്രങ്ങൾ, ഇവിടങ്ങളിൽ ഇവർ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഈ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും GPS ലൊക്കേഷനുകളും പാകിസ്ഥാനിലെ ഹാൻഡലർമാർക്ക് ഇവർ ഇവിടുന്ന് കൈമാറി എന്നാണ് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സുഹൈൽ മാലിക്, നൌഷാദ് അലി എന്നിവരാണ് പാകിസ്ഥാനിലിരുന്ന് ഈ ഒരു സംഘത്തെ നിയന്ത്രിച്ചിരുന്നത്. OTP നമ്പറുകളും സിം കാർഡുകളും ഒക്കെ പാകിസ്ഥാനിലേക്ക് കൈമാറി അവിടെ ഇരുന്ന് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിർമ്മിക്കാനാണ് ഈ സംഘം പ്രധാനമായും സഹായിച്ചത്. ഓരോ ലൊക്കേഷൻ വിവരങ്ങൾക്ക് നൽകിയിരുന്നാണ് നേരത്തെ പറഞ്ഞ 5000 മുതൽ 20,000 വരെയുള്ള തുക. മഥുരയിലെ റിക്ഷ ഡ്രൈവറായ മീര എന്ന ഒരു പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി, ഈ പെൺകുട്ടിയുടെ അറസ്റ്റാണ് നിർണായകമായ കണ്ടെത്തലിലേക്ക് നയിച്ചത്. ഇവർ മുമ്പ് ആയുധക്കടത്ത് കേസിൽ ദില്ലി പോലീസിന്റെ പിടിയിലായ വ്യക്തി കൂടിയാണ്. ചാരപ്രവർത്തനത്തിനായി സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും നിരീക്ഷണം നടത്തുന്നതിനുമായുള്ള ലോജിസ്റ്റിക് സഹായങ്ങൾ നൽകുന്നതിലും മീര പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഗാസിയാബാദിലെ കൗശാംബി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന പരിശോധനയിലാണ് ഈ ചാരശൃംഖലയെക്കുറിച്ച്, രാജ്യം മുഴുവൻ കിടക്കുന്ന ഈ ചാരശൃംഖലയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചനകൾ ലഭിക്കുന്നത്. തുടർന്ന് വ്യാപകമായ തെരച്ചിലാണ്. ഉത്തർപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രതികൾ പിടിയിലായത്. ഇനി കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്നറിയാൻ NIA അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.